ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 21-ാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. കൂടാതെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. കാരണം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ചോദ്യം നൽകിയിട്ടുണ്ട്. ബോണസ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? സ്വാഭാവിക ഉപഗ്രഹം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ്. ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ചന്ദ്രനാണ്. അതായത് ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ അഥവാ മൂൺ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. അതായത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് PDF ആയി ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രനിലേക്ക് ആദ്യമായി മനുഷ്യനെ എത്തിച്ച വാഹനം ഏതാണ്? അതായത് ആ വാഹനത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രനിലേക്ക് ആദ്യമായി മനുഷ്യനെ എത്തിച്ച വാഹനമാണ് അപ്പോളോ 11. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യം കൂടിയാണ്. എല്ലാവരും ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൗരയൂഥം ഏത് ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതായത് നമ്മുടെ ഈ സോളാർ സിസ്റ്റം ഏത് ഗാലക്സിയിലാണുള്ളത്? നമ്മുടെ ഈ സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം സ്ഥിതി ചെയ്തിരിക്കുന്നത് ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്: ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതാണ്? അതായത് സാറ്റലൈറ്റ് ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? സാറ്റലൈറ്റ് ഇല്ലാത്ത അഥവാ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. ഉദ്ദേശിക്കുന്നത് മെർക്കുറി ആൻഡ് വീനസ് ആണ്. മെർക്കുറി, വീനസ് എന്നീ പ്ലാനറ്റ്സിനാണ് നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇല്ലാത്തത്. ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം APJ അബ്ദുൽ കലാം. ആറാമത്തെ ചോദ്യം: ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം ഏതാണ്? അതായത് ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആഴ്ചയിലെ ഒരു ദിവസമുണ്ട്. ആ ദിവസം ഏതാണ്? ഒരാഴ്ചയിലെ തിങ്കളാഴ്ചയാണ് ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഉപഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ്? അതായത് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലെ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ സ്ഥാനം വലുപ്പത്തിൽ എത്രാമതാണ്? നമ്മുടെ ഈ സൗരയൂഥത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളെ എടുക്കുകയാണെങ്കിലും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ചന്ദ്രൻ 5-ാം സ്ഥാനത്താണ്. 3474 കിലോമീറ്റർ ആണ് നമ്മുടെ ചന്ദ്രൻ്റെ ഡയാമീറ്റർ. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം: ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? അതായത് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഏതാണ്? നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ അഥവാ സൺ ആണ് നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഒൻപതാമത്തെ ചോദ്യം: ഇത് മനുഷ്യരാശിക്ക് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽ, ഒരു വലിയ കുതിച്ചുചാട്ടം. ഇത് ആരുടെ പ്രസിദ്ധമായ വാക്കുകളാണ്?
നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി എന്നറിയപ്പെടുന്ന നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകളാണിവ. 10ാമത്തെ ചോദ്യം ഇതാണ്. അപ്പോളോ 11 പൈലറ്റ് ചെയ്ത ബഹിരാകാശ സഞ്ചാരി ആരാണ്? മൈക്കൽ കോളിൻസ് ആയിരുന്നു അപ്പോളോ 11ൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അപ്പോളോ 11 എന്ന വാഹനത്തിൻ്റെ പ്രത്യേകത ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ എത്തിച്ച വാഹനമാണ് അപ്പോളോ 11. ഇതുകൂടി എല്ലാവരും ഓർത്തു വയ്ക്കുക. 11ാമത്തെ ചോദ്യം. ഗൃഹചലന നിയമങ്ങൾ രൂപപ്പെടുത്തിയത് ആരാണ്? കെപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഗൃഹചലന നിയമങ്ങൾ രൂപപ്പെടുത്തിയത്. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതായത് ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ്? ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ശ്രീഹരിക്കോട്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശും നെല്ലൂർ എന്ന് പറയുന്ന ജില്ലയും എല്ലാവരും ഓർത്തു വെക്കുക. ഈ വീഡിയോയിലെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ലെബ്നിറ്റസ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ഇറങ്ങിയത്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? നീൽ ആംസ്ട്രോങ്ങിന് ശേഷം രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് എഡിൽ ആൽഡ്രിൻ. ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ബഹിരാകാശത്തെ ആദ്യത്തെ നായ്ക്കുട്ടിയുടെ പേരെന്താണ്? നമുക്കെല്ലാം അറിയാവുന്ന വളരെയധികം പ്രശസ്തമായ ലൈക്ക എന്ന് പറയുന്ന നായ്ക്കുട്ടിയാണ് ആദ്യമായി സ്പേസിലേക്ക് പോയത്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞ 15 ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയാവുന്നവർ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ ഉത്തരവും വിജയിയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഏത് പ്ലാനറ്റ്സിനാണ് സാറ്റലൈറ്റ് ഇല്ലാത്തത്? അപ്പോൾ ഉത്തരം അറിയാവുന്നവർ ഈ 2 പ്ലാനറ്റിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. കൂടാതെ അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വിന്നറേയും ആൻസറും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.